രൺവീർ സിംഗ് അഭിനയിച്ച ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് പ്രീ സെയിൽ കളക്ഷൻ റിലീസിന് മുമ്പ് സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് കാണാൻ സാധിക്കും നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും സിനിമയുടെ മഹാരാഷ്ട്ര കളക്ഷൻ തന്നെ പരിശോധിക്കാം. നമുക്ക് മഹാരാഷ്ട്ര കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ ആദ്യ ദിവസം കൊണ്ട് പ്രീ സെയിൽ ആയിട്ട് 5,05,00,000 പിന്നെ ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ ഡൽഹി പ്ലസ് UP ആണ് 4,30,00,000. പിന്നീട് നമ്മുടെ കർണാടകയാണ് 2,61,00,000. തെലുങ്കാണെങ്കിൽ സിനിമയ്ക്ക് 1,64,00,000. ഗുജറാത്ത് ആണെങ്കിൽ 1,44,00,000. രാജസ്ഥാൻ 60,00,000. തമിഴ്നാട് 95,00,000. കേരളത്തിൽ 47,00,000. വെസ്റ്റ് ബംഗാൾ 68,00,000. പഞ്ചാബ് 47,00,000. റെസ്റ്റ് ഓഫ് ദ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 1,65,00,000 കാണുന്നുണ്ട്. ഇനി ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയിൽ ഡൊമസ്റ്റിക് പ്രീ സെയിൽ 19,86,00,000. ഇനി GCCയിൽ പരിശോധിക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക പിന്നെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇന്ത്യന്റെ വെളിയിൽ സിനിമയ്ക്ക് പല സ്ഥലത്തും ബാനാണ്, എന്നാൽ പോലും കുറഞ്ഞൊരു കളക്ഷൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഓവർസീസ് 16,15,00,000. അങ്ങനെ ടോട്ടൽ സിനിമ ആദ്യ ദിവസം കൊണ്ട് പ്രീസെയിൽ ആയിട്ട് 36,01,00,000. വലിയൊരു പ്രീസെയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഈ UK-യിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയ ഷോസ് ആണ് പടത്തിൽ ഇപ്പം നിലവിൽ ഓപ്പൺ ആയിരിക്കുന്നത്. എന്തായാലും റിലീസിന് മുമ്പ് സിനിമയ്ക്ക് ഗംഭീരമായ ഒരു പ്രീസെയിൽ കളക്ഷൻ ആണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒരു ഗംഭീരമായ ഒരു കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്. എന്തായാലും മാർച്ച് 18 കൊച്ചി അതുപോലെ തന്നെ സിറ്റീസിലൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയർ ഷോസ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നല്ലൊരു കളക്ഷൻ റിപ്പോർട്ടിലോട്ട് പോകാൻ സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പലയിടങ്ങളിലും നല്ല പൈസക്കാണ് വിൽക്കുന്ന പടത്തിന് ടിക്കറ്റ്. ഈവൻ കർണാടക ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ചാമ്പലാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഫസ്റ്റ് ഡേന്റെ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.